എന്താ ഉണ്ടായെന്ന് പറ വേല ഇതാ പറയാവേ. കാര്യം എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തിനകത്ത് വെച്ച് തന്നെ പ്രശ്നേഷിന്റെ അറസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കുറെ പേര് ചോദിക്കുന്നുണ്ട് അണ്ണ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന്. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാ. ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു? എന്തോ കുഴപ്പമുണ്ടല്ലോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ആ പെങ്ങളെ അപമാനിച്ചതിനും ഇത്ര കലക്കൻ ഒരാങ്ങള ലോകത്തുണ്ടാവില്ല. പിന്നെ കയ്യേറ്റ ശ്രമം നടത്തിയതിനും എല്ലാം കൂടെ ചേർത്തിട്ട് അപ്പൊ പോലീസുകാർ കേസ് എടുത്തിട്ടുണ്ട്. ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഇളക്കി തരാം. തിരിച്ച് ആംബുലൻസിൽ വീട്ടിലെത്തിച്ചേക്കാം. കാര്യം ഇത് ഇവൻ ചോദിച്ച് മേടിച്ചതാണ്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. നിന്റെ പ്രൂഫ് എവിടെ? വീട് പണയത്തിന് എടുത്തത് അപ്പന്റെ പൈസക്ക്. ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? വിൽക്കാൻ നോക്കുന്നത് അപ്പൻ തന്ന പുരയിടം. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. കാറ് വാങ്ങിയത് അപ്പൻ തന്ന ഗോൾഡിന്. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? മാസം 12,000 രൂപ വേറെയും അപ്പൻ തരുന്നുണ്ട്. ഇപ്പോൾ അടി ഉണ്ടാക്കുന്നതും അപ്പൻ തന്ന ഗോൾഡിന്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ജീവിതം മുഴുവൻ ഇവൻ 24 മണിക്കൂറും കുറ്റം പറയുന്നത് അപ്പന്റെ പൈസക്ക്. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ വ്യക്തിയാണ് ഇവൻ മുഴുവൻ സമയം വന്നിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ശരിക്കും പറഞ്ഞ രോഹിത്, നിനക്ക് ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക്. എങ്കിൽ ഞങ്ങൾ പോകാതെ